കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസത്തെ ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിൻ്റെ കൃപ നമ്മളിൽ നമ്മുടെ കുടുംബം മുഴുവൻ്റെ മേലും, മാതാപിതാക്കളുടെ മേലും, സഹോദരങ്ങളുടെ മേലും, ജീവിത പങ്കാളിയുടെ മേലും, മക്കളുടെ മേലും, നമ്മുടെ ആത്മീയ മേഖലയുടെ മേലും, ശുശ്രൂഷ മേഖലയുടെ മേലും ഒഴുകപ്പെടാൻ അനുഗ്രഹിക്കണേ. നിന്നിൽ ഞാൻ പ്രിയനേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങയുടെ കൈകളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണുനീരിൻ്റെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഈ നാളുകളിൽ കർത്താവേ, നീ ഞങ്ങളെ അത്ഭുതകരമായിട്ട് പരിപാലിക്കണമേ. കർത്താവേ, നീ ഞങ്ങൾ കേൾക്കുന്ന വചനത്തിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അവിടുന്ന് നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയൊരു വിടുതലിൻ്റെ വചനമാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകാൻ പോകുന്നത്. നമുക്ക് ഹൃദയം തുറന്ന് നമുക്ക് സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനം. ഈ വചനം വായിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട്, അവർ തകർച്ചകളും ഉയർച്ചകളും അവരുടെ ഒരുപാട് വീഴ്ചകളും കണ്ടുകൊണ്ട് പ്രവാചകനായ യെശയ്യായിലൂടെ ദൈവം സംസാരിക്കുകയാണ്. അടിമത്തത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്ന, പ്രവാസത്തിൽ അവരെ പുറത്തു കൊണ്ടുവരുന്ന, അവരൊരുമിച്ച് കൂട്ടുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികളെ എല്ലാം അവിടെ കണ്ടുമുട്ടുകയാണ്. ദൈവം ചെയ്യാൻ പോകുന്ന പ്രവർത്തികളും എല്ലാം അത് ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ ഈ വചനം ഹൃദയം സൂക്ഷിക്കുമ്പോൾ ഇത് ഒരു ഇസ്രായേൽ ജനതയുടെ ചരിത്രം എന്നതിനേക്കാളുപരി ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനമേ പഠിപ്പിക്കാൻ പോവാണ്. യെശയ്യാ 52:1 മുതൽ. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കൊടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസിറിയാക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു. കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ജനത്തെ അകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് അരുളിച്ചെയ്യുന്നു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു. എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ ഞാൻ ഇവിടെയുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് പറയും. ഇവിടെ കാണാൻ പറ്റും, ഈ വചനം വായിക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ സംഭവം ഒന്ന് വചനമായി കാണാൻ പറ്റും. സിയോൻ, ഇസ്രായേൽ ജനത്തെ പറയെ സ്വന്തം ജനമായിട്ട് ദൈവം കാണുകയാണ്. അവർക്കൊരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടും തകർച്ചകൾ സംഭവിച്ചിട്ടും ബന്ധനാവസ്ഥയിൽ അവരായിരുന്നിട്ടും ദൈവം അവരെ കാണുന്നത് സ്വന്തം ജനമായിട്ടാണ്. സ്വന്തം മക്കളെ ആയിട്ട് കാണുന്ന പോലെ, അപ്പൻ അമ്മ സ്വന്തം മക്കളെ കാണുന്ന പോലെ ദൈവമായ കർത്താവ് അതിനേക്കാൾ ഒരുപക്ഷെ 1000 മടങ്ങ് ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയെക്കാണ്, ഇസ്രായേലിനെക്കാണ് എൻ്റെ ജനം. 2 ഈ വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും, ഇസ്രായേൽ ജനം സ്വതന്ത്രരായിരുന്ന ഇസ്രായേൽ ജനം ഇപ്പോൾ അടിമകളായിട്ട് മാറ്റപ്പെടുക. ഈജിപ്തിലേക്ക് അവരെ കൊണ്ടുപോയി അസീറിയക്കാർ അവരെ അകാരണമായി പീഡിപ്പിച്ചു. അടിമകൾ, ഒരടിമയുടെ കഴുത്തിലും കൈകളിലുമുള്ള ചങ്ങലകളെക്കുറിച്ച് പറയും. ബന്ധിക്കപ്പെട്ട് കിടക്കുക, കഴുത്തിലും കൈകളും ചങ്ങലരുമ്പോൾ കുനിയാനെ പറ്റുന്നു, മുൻവരാൻ പറ്റത്തില്ല, നീങ്ങാൻ പറ്റത്തില്ല, കൈകൾ അനക്കാൻ പറ്റത്തില്ല, വളഞ്ഞിരിക്കുക, തകർന്നിരിക്കുന്ന ജനം, സ്വന്തം ജനമായിട്ട് കാണുക. എന്നിട്ട് ആ ജനത്തിൻ്റെ നേരെ നോക്കിക്കൊണ്ടാണ് ദൈവമായ കർത്താവ് പറയും, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. നീ ശക്തി സംഭരിച്ചു കൊള്ളുക, ഉണർന്നെഴുന്നേൽക്കുക. നീ ഉണരണം. നിൻ്റെ കെട്ടുകൾ ബന്ധനം കഴിയണമെങ്കിൽ നീ ആദ്യം ഉണരണം. പാപത്തിൽ കഴിയുന്ന ഒരുവൻ ഉറക്കത്തിലാണെന്നാണ് തിരുവചനം പറയുക.
അവൻ ഒരു പ്രത്യേക സംഭവത്തിലാണ്. അവൻ ഉണരാൻ പറയുക. ഉണരുമ്പോൾ നീ രക്ഷ പ്രാപിക്കും. ഉണർവ് ആവശ്യം. ഈ കാലഘട്ടം തിരിച്ചറിവുണ്ടാകും. ഉണർവ് വെച്ചാൽ എല്ലാം തിരിച്ചറിയണം. കാലഘട്ടത്തിൻ്റെ നീക്കങ്ങൾ അറിയണം. പാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞിരിക്കണം. അപകടങ്ങൾ വരും, സാത്താൻ്റെ ശക്തി. അപ്പോൾ നീ ഉണരാൻ പറയുക. ഉണർന്ന് അറിയണം. സാത്താൻ കൊണ്ടുപോകും ദൈവമക്കളെ, അനേക മക്കളെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവനെ കൈവശമാക്കിയിരിക്കുന്നു. തിരിച്ചറിയണം. അനേക ദൈവമക്കൾ സ്വതന്ത്ര മാമോദീസായിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ പാപത്തെയും പിശാചിനെയും തോൽപ്പിച്ച് ദൈവമകനായിട്ട് മകളായിട്ട് ഉയർത്തപ്പെട്ട പല മക്കളെ ഇന്ന് സാത്താൻ വീണ്ടും കൊണ്ടുപോവുകയാണ്. അടിമത്തത്തിലേക്ക് കൊണ്ട് വലിയ വലിയ പാപങ്ങൾ ചെയ്യിപ്പിക്കുകയാണ്. വലിയ വലിയ തിന്മകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ബന്ധനത്തിൽ കഴിയുക, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ബന്ധനാവസ്ഥ കഴിയുക. സാത്താൻ്റെ കെട്ട. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ദൈവമേന്ന് പോലും ഒന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പണത്തിന് സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. പേരിനും പെരുമയ്ക്കും വേണ്ടി നെട്ടോട്ട് ഓടുന്നു. ക്രൂര പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പനമ്മയെ പീഡിപ്പിക്കുന്നു. ഭാര്യ ഭർത്താവിനെ പീഡിപ്പിക്കുന്നു. മക്കൾ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നു. ശരിക്കും ബന്ധിക്കപ്പെട്ട കുടുംബം, സ്നേഹമില്ലാത്ത കുടുംബം, പ്രാർത്ഥനയില്ല, ഒരുമിച്ചൊരു ഭക്ഷണം പോലും ഇല്ല, സന്തോഷമില്ലാത്ത കുടുംബം. എല്ലാവരും ഭയങ്കര ഓട്ടമാണ്. എല്ലാവരും ജോലിക്ക് ഓടുക. വീടൊരു ഹോസ്റ്റൽ പോലെയായി തീരുക. ഓരോരുത്തർ ഓരോ സമയത്ത് വരുന്നു. ഓരോന്ന് ഇഷ്ടമുള്ളടുത്ത് അത് ബന്ധിക്ക് സ്വസ്ഥതയില്ല. ഒരു കുടുംബമാകാതെ നിൽക്കുന്ന അവസ്ഥ. ഒരുപാട് നിരാശ കഴിയുന്ന കാര്യങ്ങൾ. അത് ശരിക്കും അടിമത്തം സംഭവിച്ചിരിക്കുക. ഒരു നിരാശ വരിക. ഈ ബന്ധനത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത്തോട്, ഇവിടെ ഈ ബന്ധനത്തിൽ കഴിയുന്നവരോട് ദൈവം പറയുക, ഉണർന്ന് എഴുന്നേൽക്കണം. നീ എഴുന്നേൽക്കുക. ശക്തി സംഭരിക്കണമെങ്കിൽ ശക്തി സംഭരിക്കുക, സ്വന്തമാക്കുക. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൽ നീ ഉണരുക, നീ വചനം കേൾക്കുക, നീ പ്രാർത്ഥിക്കുക, നീ നന്നായിട്ട് ധ്യാനിക്കുക, ദൈവത്തെ വിളിക്കുക. നീ പരിശുദ്ധാത്മാവിൽ ശക്തി സംഭരിക്കുക, പരിശുദ്ധാത്മാവിൽ നീ നിറയുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. ജ്ഞാനസ്നാനത്തിലൂടെ നിനക്ക് ലഭിച്ച വിശുദ്ധിയുടെ വസ്ത്രം ഇതേ കഴിഞ്ഞ ആളുകളെ നഷ്ടപ്പെട്ടു പോയി, മലിനമാക്കപ്പെട്ടു. പല പാപപ്രവൃത്തികളും ചെയ്ത് നിൻ്റെ ആത്മാവിൻ്റെ പവിത്രത, വിശുദ്ധി നിനക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ജെറുസലേമേ, ഇതാ കർത്താവ് ഇതാ വന്നിരിക്കുന്നു. ശരിക്കും ഇതൊരു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന സംഭവം, കൂദാശകളുടെ സമയം സംഭവിക്കുന്ന കാര്യമാണ്. നീ വിശുദ്ധ വസ്ത്രം ധരിക്കുക, നീ വീണ്ടും ഒരുങ്ങുക, നീ കർത്താവിലേക്ക് വരിക. നിൻ്റെ അശുദ്ധി മാറട്ടെ, നീ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറട്ടെ എന്ന് പറയുകയാണ്. അപരിച്ഛേദിതനും അശുദ്ധനും മേലിൽ നിന്നെ പ്രവേശിക്കുകയില്ല. അതാണ് നിന്റെ തകർച്ചയുടെ കാരണം. അപരിച്ഛേദിനും അശുദ്ധനും നിന്നിൽ പ്രവേശിച്ചു. എവിടുന്നൊക്കെ തിന്മ കയറി, അവിശ്വാസം കയറി, യുക്തി കയറി, അഹങ്കാരം കയറി, പല പാപത്തെ നീ സ്വാഗതം ചെയ്തു. നീ പേരിനും പെരുമയ്ക്കും വേണ്ടി ഓടി. ആ പോക്കാണ് നിന്നെ ഇന്ന് ഈ അവസ്ഥയിൽ, ഈ നാശത്തിൽ എത്തിച്ചിരിക്കുന്നത്, ഈ അപകടത്തിൽ എത്തിച്ചിരിക്കുന്നത്, അശുദ്ധനാക്കിയിരിക്കുന്നത്. അത് പറയാണ്. എന്നിട്ട് പറയുന്നു, ബന്ധനസ്ഥയായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. നീ ഇന്ന് പൊടിയിൽ കിടക്കുക, നിലത്ത് കിടക്കുക, തകർന്ന് കിടക്കുക. നീ എഴുന്നേൽക്ക്. കർത്താവ് പറയുന്നു, എഴുന്നേൽക്ക്. ദൈവം എല്ലാവരും എഴുന്നേൽപ്പിക്കുക. ഈ തലമുറയിൽ എല്ലാ മക്കളെ ശരിക്കും വചനത്തിലൂടെ, ശുശ്രൂഷകളോടെ ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുക. നീ അപകടത്തിന് രക്ഷപ്പെട്ട്, കുടുംബം എല്ലാവരും രക്ഷപ്പെടട്ടെ, പ്രാർത്ഥനയോട്ട് വരട്ടെ, ദൈവത്തിലൊരു സഹോദര സ്നേഹം വരട്ടെ. ആത്മീയ മേഖലയും ഭൗതിക മേഖലയും കുടുംബങ്ങളെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യം. പാപത്തിൽ കഴിയുന്നവൻ മരിച്ചു കിടക്കുന്നവന്, പാപത്തിൻ്റെ വേദന മരണമാണ്. അതൊന്ന് ഉണർന്നെഴുന്നേൽക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. വീണ്ടും, ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ നീ പൊട്ടിക്കുക. നീ തന്നെ പൊട്ടിക്കണം. നീ തന്നെ, കാരണം നിനക്ക് ശക്തി കിട്ടുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളുടെ തിന്മയുടെ ശക്തിയിൽ ബഹിഷ്കരിക്കാൻ പറ്റും, ബന്ധനം അഴിക്കാൻ പറ്റും. അഭിഷേകം കിട്ടാത്തതുകൊണ്ടാണ് അതിലങ്ങ് കഴിയുക, ആ കെട്ടിനകത്ത് അകപ്പെട്ട് കഴിയുക. പൈശാചികമൊക്കെ ചില കുട്ടികളെ കാണാൻ പറ്റും, ചില പാപത്തിനകത്ത് കഴിയുക, ചില വഴിവിട്ട ബന്ധം ഈ കാലഘട്ടത്തിലുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ ചില പാപം അവരെ പറയാൻ പോലും കൊള്ളില്ല, പൊതുജനത്തോട് പറയാൻ പോലും കൊള്ളില്ലാത്ത വളരെയധികം തിന്മയ്ക്കകത്ത് കഴിയുന്നതാണ്. ഈ കെട്ടുകൾ പൊട്ടിക്കണം, അവനെ എഴുന്നേൽപ്പിക്കണം. നമുക്ക് ജനത ഉണർത്തണം, ഈ തലമുറ ഉണർത്തണം. സാത്താൻ ഇങ്ങനെ അടിമത്തത്തിൽ കൊണ്ടൊരു ഉറക്കിക്കൊണ്ട് പോവുകയാണ്, അവനൊരു വഴിക്ക് കൊണ്ടുപോവുകയാണ്. അവനെ നാശത്തിലേക്ക് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് അവൻ്റെ പിടിയിൽ നിന്ന് പിടിച്ചെടുക്കണം. ഈശോയുടെ തിരുരക്തത്താൽ, ഈശോയുടെ നാമത്തിൽ മോചിപ്പിച്ച് അവരെ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. പരിശുദ്ധ കുർബാനയിലൂടെ അവരെ രക്ഷപ്പെടുത്തിയെടുക്കണം, വചനത്തിലൂടെ രക്ഷപ്പെടുത്തിയെടുക്കണം. അവനോട് പറയണം, ചങ്ങലകൾ പൊട്ടിക്കാൻ പറയണം. അവനോട് വചനം പറയുകയാണ്,
ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. വില വാങ്ങാതെ വിൽക്കപ്പെട്ടു. ശരിക്കും എവിടെ വില കൊടുത്തിട്ടില്ല, വിൽക്കപ്പെട്ടു. നിങ്ങൾ വിൽക്കപ്പെട്ടു, അത് അടിമത്തത്തിലേക്ക് പോയിരിക്കുക. അതുകൊണ്ട് പറയാം, പേടിക്കൊന്നും വേണ്ട, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാകുകയും ചെയ്യും. ശരിക്കും ഈ വചനം കാണിക്കുന്ന ഈശോ മിശിഹായിലൂടെ കിട്ടുന്ന സൗജന്യമായ രക്ഷയെക്കുറിച്ച്, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായിട്ട് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടുക. അവിടെ ദൈവം പ്രവർത്തിക്കുക. മനുഷ്യൻ്റെ ബലഹീനതകൾ അറിഞ്ഞ്, അവൻ്റെ കഴിവുകേടുകൾ അറിഞ്ഞ് അവനെ സഹായിക്കുന്ന ദൈവം വരികയാണ്. അവിടെയാണ് അവൻ യേശുവിലേക്ക് വരേണ്ട ഒരു മേഖല. ഇതാണ്. വീണ്ടും പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസീറിയക്കാർ അകാരണമായവരെ പീഡിപ്പിച്ചു. കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ജനത്തെ അകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടുന്ന് അരുളി ചെയ്യുന്നു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു, എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ആണ് ഇവിടെ നാമം അറിയും. ഈശോയുടെ നാമം, യേശുവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ പവർ വന്നിട്ട് കെട്ടഴിച്ചു വിടുകയാണ്, ബന്ധനം അഴിച്ചു വിടുകയാണ്. കെട്ടഴിച്ചു ശരിക്കും തിന്മയുടെ ശക്തി പിടിച്ചുകൊണ്ട് ഈജിപ്തിൽ പിടിച്ചുകൊണ്ട് അസീറിയക്കാർ പീഡിപ്പിക്കുക. ഇന്ന് ജനം കാണും, പല കുടുംബങ്ങളും പീഡനത്തില്ല. എത്രയോ ജീവിതങ്ങൾ കണ്ണുനീരൊഴുക്കുന്നു. സന്തോഷമില്ല, സമാധാനമില്ല, പ്രാർത്ഥനയില്ല, വളർച്ചയില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നു. ധ്യാനാവസരങ്ങൾ കാണാൻ പറ്റും. ചില മക്കളൊക്കെ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളാണ്, കരകയറാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടൊക്കെ രക്ഷപ്പെടുന്നത് ഈശോയുടെ നാമം ഏറ്റുപറയാൻ തയ്യാറാകുക, ഈശോയിൽ വിശ്വസിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ മക്കളായിട്ട് മാറും. വചനാധിഷ്ഠിതമായ ജീവൻ നയിക്കാൻ തുടങ്ങുമ്പോൾ, കൃപയുടെ ജീവൻ നയിക്കാൻ തുടങ്ങുമ്പോൾ, ഈ തിന്മയുടെ ശക്തികളെ നമ്മൾ പൊട്ടിച്ചെറിയുമ്പോൾ, പാപത്തിൻ്റെ കൂട്ടുകെട്ടുകൾ നമ്മൾ എടുത്തു കളയുമ്പോൾ, നമുക്ക് ശ്രേയസ് ഉണ്ടാകാൻ പോവുക, വളർച്ച ഉണ്ടാകാൻ പോവുക, ഉയർച്ച ഉണ്ടാകാൻ പോവുക. ഇന്ന് കുടുംബങ്ങളൊക്കെ തകരുന്നുണ്ടെങ്കിൽ ആ ദൈവവചനത്തിൽ നിന്ന് അങ്ങ് വഴിമാറി, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വഴിമാറുന്നുകൊണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വചനം പറയുന്നുണ്ട്. കർത്താവെ, വലിയ വചനമാണ്. അതായത് ഈശോ പറയുന്നുണ്ട്, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ്. നിയമത്തിലുള്ള എല്ലാം പൂർത്തീകരിക്കപ്പെടും. ഈശോ പറയുന്നതോടൊപ്പം ഈശോ പറയുന്നുണ്ട്, ഈ വചനത്തിലെ ഈ കൽപ്പനകൾ ഏറ്റവും നിസ്സാരമായൊന്ന് അത് അനുസരിക്കുന്നവൻ, അത് പാലിക്കുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ വലിയവനായിരിക്കും, ലംഘിക്കുന്നവൻ ചെറിയവനായിത്തീരുമെന്ന് പറയുന്നത് കാണാൻ പറ്റും. അതെ, ദൈവവചനം അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തി, അവനെ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്നത് കാണാൻ പറ്റും. അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം അവൻ്റെ മേൽ പെയ്തിറങ്ങുന്ന കാണാൻ പറ്റും. പക്ഷേ പൈശാചിക മേഖലയിലേക്ക് പോകുന്ന മക്കളുണ്ട്, പാപത്തിന് അടിമവേല ചെയ്യുന്ന മക്കൾ. അനുദപിക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ കെട്ടഴിച്ചു വിടണം, നമ്മൾ ബന്ധനമിടണം. അതെ, ഇന്ന് പല കുടുംബങ്ങളിലും വളർച്ച ഭയങ്കരമായിട്ടും തടസ്സപ്പെട്ട് കിടക്കുന്നു. നല്ല യുവാക്കൾ, നല്ല യുവതി, നമ്മളോർക്കും ഒരുപാട് വളരുമെന്ന് കരുതുന്നു, ഒരുപാട് ഉയർച്ച കിട്ടും. പക്ഷേ കുറേ കഴിയുമ്പോൾ എവിടെയൊക്കെയോ തകർന്നു പോകുന്നു കാണാൻ പറ്റും. അങ്ങ് എത്തുന്നില്ല, എത്തേണ്ടിടത്ത് എത്തുന്നില്ല. സ്വപ്നങ്ങളായിട്ടങ്ങ് നിൽക്കുകയാണ്, ആഗ്രഹങ്ങളായിട്ട് നിൽക്കുക. അവൻ തീരുമാനിക്കുക, പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ദൈവം വേണ്ട, ദൈവകൽപ്പനകളും വേണ്ട, അല്ലാണ്ട് തന്നെ എനിക്കിതൊക്കെ നേടിയെടുക്കാൻ പറ്റും. പാപമൊന്നും കുഴപ്പമില്ല, ഇതൊന്നും സാരമില്ല, ഒരു പ്രശ്നമില്ലെന്ന് കരുതിക്കൊണ്ട് ഇല്ല. സ്വപ്നമായിട്ട് പലപ്പോഴും പല ആളുകൾ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് ഒരിടത്ത് എത്തുന്നില്ല, എവിടെ വെച്ച് വഴിതെറ്റിപ്പോവുക. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, സുവിശേഷ അധിഷ്ഠിതമായ സ്വപ്നങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും എത്തേണ്ടടുത്ത് ദൈവം നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ അവൻ ഐശ്വര്യമുണ്ടാകും, അവനെ ദൈവം ഉയർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വചനമുണ്ട്. ദൈവം തേമാനിൽ നിന്ന് പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്ന് വന്നു. അവിടുത്തെ മഹത്വം ആകാശങ്ങളെ മൂടി, അവിടുത്തെ സ്തുതികളാൽ ഭൂമി നിറഞ്ഞു. അവിടുത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് രശ്മികൾ വീശുന്നു. അവിടെ തൻ്റെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തിയുണ്ട്, അഭിഷേകരിപ്പുണ്ട്. ആ അഭിഷേകം നമ്മിലേക്ക് ഒഴുകാൻ വേണ്ടി നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. ആ അഭിഷേകം വരുമ്പോഴാണ് ഈ ബന്ധനെല്ലാം കഴിഞ്ഞു പോവുക. അത് ഉണ്ടാകണമെങ്കിൽ ഐശ്വര്യം വിശ്വസിക്കണം, യേശു ഏറ്റുപറയണം, അനുദപിക്കണം, പശ്ചാത്തപിക്കണം, പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കണം, കണ്ണുനീരൊഴുക്കി അനുദപിക്കണം, കരഞ്ഞ് മാപ്പ് പറയണം. ജീവിതത്തിൽ മുഴുവൻ തിരുത്തലുകൾ നടത്തണം, തിരുത്തേണ്ടത് മുഴുവൻ തിരുത്തണം, ശുദ്ധീകരിക്കണം, നല്ല കുമ്പസാരങ്ങൾ നടത്തണം. ഓരോ പരിശുദ്ധ കുർബാനയുടെ സമയത്തും
കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ നീട്ടപ്പെടുന്നുണ്ട്. പ്രകാശരശ്മികൾ നമ്മുടെ മേൽ വിതറുന്നുണ്ട്. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ ദാസനായിരിക്കണം. വചനത്തിൽ കേട്ടതുപോലെ കർത്താവിൻ്റെ ദാസൻ അവന് ശ്രേയസ്സുണ്ടാകും, അവനെ ഉയർത്തപ്പെടും, അവൻ സ്വർഗ്ഗത്തോട് ഉയർത്തപ്പെടും, അവൻ്റെ പേര് തിരിച്ചു കൊണ്ടുവരും, ദൈവം അവനെ ഉയർത്തും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബത്തിലെ അന്ധകാര കട്ടഴിയാൻ വേണ്ടി നമുക്ക് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ അലസത തോന്നാതിരിക്കട്ടെ, മടുപ്പ് തോന്നാതിരിക്കട്ടെ, ഇഷ്ടക്കേടുണ്ടാകാതിരിക്കട്ടെ. ഈശോ അറിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ നല്ല സന്തോഷമാണ്. ഈശോ അറിഞ്ഞില്ലെങ്കിൽ പ്രാർത്ഥന ഭയങ്കര മുഷിപ്പാണ്. ഈശോ അറിഞ്ഞു കഴിയുമ്പോൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് അനേകം ഉയർച്ചകൾ, ആത്മീയ ഉയർച്ചകൾ, വിശ്വാസത്തിൻ്റെ ഉയർച്ചകൾ, സമാധാനത്തിൻ്റെ ഉയർച്ചകൾ കിട്ടും. നേരെ മറിച്ച് അതെല്ലാം വിട്ട് നമ്മൾ തിന്മയ്ക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ബന്ധനാവസ്ഥയിലാവും. വചനത്തിൽ കേട്ടതുപോലെ തന്നെ ദൈവം തൻ്റെ നമ്മളെ ഓരോരുത്തരെയും കാണുന്നത് സ്വന്തം മക്കളായിട്ടാണ്. ആ ദൈവം നമ്മളോട് പറയുക, നീ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, നിൻ്റെ മേലുള്ള ചങ്ങലകൾ നീ പൊട്ടിക്കുക, നിനക്ക് ഞാൻ ശക്തി തന്നിരിക്കുന്നു, കൃപ അഭിഷേകം തന്നിരിക്കുക, അഭിഷേകം കിട്ടിയിരിക്കുകയാണ്, നീ എല്ലാ ചങ്ങലകളും പൊട്ടിക്കുക, നീ മുന്നോട്ട് പോവുക, നിന്നെ ദൈവം ഉയർത്താൻ പോവുക. നിന്നോട് വലിയൊരു പദ്ധതി ദൈവം കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്ലാനും പദ്ധതിയുണ്ട്. അത് ഹൃദയത്തിൽ നീ എത്രമാത്രം സൂക്ഷിക്കാമോ അത്രമാത്രം സൂക്ഷിക്കാനാണ് തയ്യാറാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി നീ അറിഞ്ഞിട്ട് അതനുസരിച്ച് നീ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നിൻ്റെ ബന്ധനം അഴിച്ചു കളയേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വേട്ടയാടുന്ന ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് വൈരാഗ്യത്തിൻ്റെ മേഖലകൾ, അഹങ്കാരത്തിൻ്റെ മേഖലകൾ, വിശ്വാസരാഹിത്യത്തിൻ്റെ മേഖലകൾ, ഇതെല്ലാം എടുത്തു കളയണമേ. ഇപ്പം തന്നെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ, അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് മനസ്സുരുകി നമ്മൾ പ്രാർത്ഥിക്കണം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനമുണ്ട്. എന്തെന്നാൽ അവൻ പലർക്കും രോഗശാന്തി നൽകിയത് മൂലം രോഗമുണ്ടായിരുന്നവരെല്ലാം അവനെ സ്പർശിക്കാൻ തിരക്കിക്കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാം വിളിച്ചപേക്ഷിക്കുക, കർത്താവിനെ നിന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവരിക. ഈശോ വന്നു കഴിയുമ്പോൾ ഈ ബന്ധനെല്ലാം കഴിയുക. കർത്താവിനെ ദൈവമായിട്ട്, രക്ഷകനായിട്ട്, എല്ലാമായിട്ട് ഹൃദയത്തിൽ വെച്ച് ആരാധന നടത്തുക, അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ ഏറ്റുപറയുക. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കാനായിട്ടും സ്വന്തമാക്കാനായിട്ടും പറ്റും. അന്ധകാര ശക്തികളിൽ നിന്ന് പരിപൂർണ്ണ വിടുതൽ തരണമെന്ന് നമുക്ക് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവേ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കട്ടഴിച്ച് വിടണമേ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ വേട്ടയാടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമേ. ഈ സമയത്ത് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോ വ്യക്തിയെയും സ്പർശിക്കണമേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പാപത്തിന് അടിമവേല ചെയ്യുന്ന മക്കളെ പ്രത്യേകം സ്പർശിക്കണമേ, കരകയറ്റണമേ. അജ്ഞത മൂലം തകർന്നു പോകുന്ന ജീവിതങ്ങൾ ഏറ്റെടുക്കണമേ. കർത്താവെ, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നൽകണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്വതന്ത്രരാക്കിയതാണ്. പക്ഷെ ഞങ്ങളുടെ അഹങ്കാരം മൂലം, ഞങ്ങളുടെ അഹന്ത മൂലം, സ്വാർത്ഥത മൂലം, ദുർമോഹങ്ങൾ മൂലം ഞങ്ങൾ വീണ്ടും ഇത് അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും. കർത്താവെ, അത് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കുമല്ലോ. ആ നാമം വിശ്വാസത്തോടെ ഏറ്റുപറയാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിനുള്ള അഭിഷേകവും ശക്തിയും ഉണർവും കൃപയും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന. ആമേൻ. Up our hearts and worship the Lord. Let's raise our voice and say, Hallelujah, Hallelujah, Hallelujah. Let's proclaim His majesty. Shalom. Thank you, Jesus. Those who have the gift of tongues can sing and praise the Lord with the gift of tongues. Shalom.
Lord Jesus, give us gift of wisdom, gift of knowledge, gift of vision, gift of healing, gift of teaching, gift of loving you, gift of forgiveness, gift of sacrifice, the gift of suffering. Lord Jesus, hallelujah. Holy Spirit, come Spirit, Holy Spirit, and anoint your children, anoint your children. Holy Spirit, come Spirit, anoint your children, anoint your children, fill them with your gifts, thank you, so that we may become the ardent disciple of Jesus Christ. Shalalalalala. Holy Spirit, thank you. As we pray, Lord, draw me. Holy Spirit, it's a voice that we long to hear. As we pray, Holy Spirit, come, Lord, dwell with us. Dwell with us. It's a voice that we long to hear. This is we welcome you, Lord, we welcome you. Holy Spirit, this is your body, this is your temple. We welcome you today. This is your hand, we welcome you, Lord, we welcome you. This is your we welcome you today. This is your anointing, we welcome you, Lord, we welcome you. This is we welcome you today. This is we welcome you, Lord, we welcome you. This is we welcome you today. Joining of our hearts, the closing of our eyes, let's pray from our heart. Thank you, Jesus. Let us adore Him, worship Him. Let's bow our hearts in front of Jesus and say, Jesus, bless me, O Lord, bless me, O Lord.